ഇന്നൊരു കിടുക്കാച്ച സാധനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് ആമസോണിലൊക്കെ ഒരുപാട് നോക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും ഏത് നാടും ജഗന്നാഥന സമവും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും. സൂര്യ ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ച സാധനമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരാണ്. അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഫഷണൽ മൈക്രോഫോൺ കിറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബിൽ സയൻസ് ആൻഡ് ടെക്നോളജി കാറ്റഗറി സെക്ഷൻ എടുത്ത ആൾക്കാർക്ക് ഏറ്റവും ഫലപ്രദമാകുന്ന ഒരു മൈക്രോഫോൺ കിറ്റാണിത്. ഞാൻ ഈ സാധനം മേടിച്ചിട്ട് ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് റിവ്യൂ ചെയ്യുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഒരു റിവ്യൂ ചെയ്താൽ മതി എന്ന് ഞാൻ ആലോചിച്ചു കൊടുക്കുന്നു. അതിൻ്റെ വീഡിയോസ് അത് വെച്ച് ചെയ്യുകയും ചെയ്തു. എൻ്റെ ഓഡിയോ റെക്കോർഡിങ് ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എല്ലാം ഞാൻ പരിശോധിച്ച് വരുന്നത്. നോയ്സ് എന്ന് പറഞ്ഞ സംഭവമില്ല, വളരെ യൂസ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു തിയേറ്ററാണ്. ഇതിനുള്ളിൽ അടുത്ത് അക്കോസ്റ്റിക് റൂമാണ്. പക്ഷേ എങ്കിലും ഇത് പുറത്ത് അങ്ങനെ അക്കോസ്റ്റിക് റൂം ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആമസോണിൽ നിന്ന് മൈക്രോഫോൺ കിറ്റ് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയൽ ആക്സറീസ് ഒരുപാടുള്ള കാരണം ഒരു 4 ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് രീതി എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് റീപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവനോ കമ്പനിയുടെ മൈക്രോഫോൺ കിറ്റ്. AU-A04 എന്ന് പറഞ്ഞ മോഡലാണിത്. നമുക്ക് പിക്ചർ കാണാം. നല്ല ഭംഗിയുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവും. പക്ഷേ ഞാനിത് ആമസോണിലൊക്കെ ഒരുപാട് നോക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊരു മൈക്രോഫോൺ നമുക്ക് അത്യാവശ്യമായിട്ട് വന്നു. സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സയൻസ് വീഡിയോ എനിക്കും ചെയ്യേണ്ട വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു മൈക്രോഫോൺ വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആമസോണിൽ നമ്മൾ തിരയുന്ന സമയത്ത് മാവനോ കമ്പനിയുടെ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല റേറ്റിംഗ് ആണ് എടുത്തത്. പിന്നെ എടുത്തേക്കണവരെ നോക്കിയപ്പോൾ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ്. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. സംഭവം കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം 3000 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ MRP ആയതുകൊണ്ട് 5999 വരുന്നുണ്ട്. എന്താണെങ്കിലും വില അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസവും മാറും കൂടുകയും ചെയ്യും. ചിലപ്പോൾ അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഓഫർ വരും. ചിലപ്പോൾ 2500 കിട്ടുന്ന വരും, ചിലപ്പോൾ 3500 പക്ഷേ എങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6000 രൂപ MRPയിൽ ആർക്ക് മേടിച്ചാലും അല്ലെങ്കിൽ ഒരു 4000 4500 മേടിച്ചാലും ആർക്കും ഒരു നഷ്ടമൊന്നുമില്ല. നല്ല പെർഫോമൻസ് ആണ് ഇത്. എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒരു പ്രൊഫഷണൽ മൈക്കിന് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിപ്സെറ്റ് നല്ലതായിരിക്കണം. ഇതിന് നമ്മുടെ ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രൊഫഷണൽ സൗണ്ട് ചിപ്സെറ്റ് എന്ന് പറയുന്നതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ USB B ടൈപ്പ് കേബിളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോമ്പാക്റ്റബിൾ വിത്ത് ശരിക്കും പറഞ്ഞാൽ വിൻഡോസിലും മാക്കിലും വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ മെറ്റൽ കേസിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്, അതായത് ഒരു 95% മെറ്റൽ കേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ഹൈ റെസൊല്യൂഷൻ സാമ്പിൾ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 16 mm ഒരു മൈക്കാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബൂമറിക് സ്റ്റാൻഡ് ഒരു ബൂമറിക് സ്റ്റാൻഡാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ പാക്ക് എന്നാലും ഓപ്പൺ ചെയ്ത് നമുക്കിത് നോക്കാം. ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ലൊരു ഭയങ്കര ഫിനിഷിങ്ങിലാണ് ഈ സംഭവം ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല കണ്ടാൽ തന്നെ ഭയങ്കര ലുക്കാണ്. ഒരു പ്രൊഫഷണൽ മൈക്ക് തന്നെ അതേ ക്വാളിറ്റി തന്നെയാണ് ഇവർ സംഭവം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു താങ്ക് യു ഫോർ ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു, അതായത് നമുക്ക് പർച്ചേസ് ചെയ്ത് നന്ദി പറഞ്ഞൊരു ഹാപ്പിയുടെ ഒരു കാർഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. മൈക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ, അതിനേക്കുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ലാംഗ്വേജിലും തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നാലും ഇതൊന്ന് എടുത്ത് നോക്കാം. ഇത് മൈക്കിൻ്റെ ഫ്രണ്ടിൽ നോയ്സ് കുറയ്ക്കാൻ വേണ്ടി പ്രൊഫഷണൽ മൈക്കേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നോയ്സ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. ഇത് വെച്ച് നമ്മൾ ഒരു വോയിസ് ചെയ്യുമ്പോൾ ഒരിക്കലും നോയ്സ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവില്ല. പ്രൊഫഷണൽ മൈക്കിൻ്റെ കൂടെ എല്ലാത്തിലും ഇതുണ്ട്. നമുക്ക് എന്നാലും ഇത് ഫിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എനിക്ക് എത്രമാത്രം നോയ്സ് പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് എന്നാലും നിങ്ങൾ ലൈവായിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ നമ്മൾ തിയേറ്റർ സ്ക്രീനിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൈക്കിൻ്റെ 16 മൈക്ക് ഉണ്ട്. അതിൻ്റെ മേളിൽ സ്പോഞ്ച് ചെയ്യണം. അതെല്ലാം മൈക്കിനും തന്നെയുണ്ട്. സാധാരണ ലോക്കൽ മേടിക്കുന്ന മൈക്കിനുണ്ട്. അതുകൂടാതെ പ്രൊഫഷണൽ മൈക്ക് എല്ലാത്തിനും ഉണ്ട്. സൗണ്ട് അക്കോസ്റ്റിക് ആൻഡ് സൗണ്ടിൻ്റെ ബൂസ്റ്റിനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ മനോഹരമായ ആക്സസറീസ് ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് ഇത് റീപാക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ ബൂമറങ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ആ സ്റ്റാൻഡ് ബൂമറങ് സ്റ്റാൻഡാണിത്. പിന്നെ ഇത് മൈക്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇത് സെറ്റിങ്സ് കാര്യങ്ങൾ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ കേബിള്, ഇതാണ് USB B ടൈപ്പാണ് ഇതിൻ്റെ കേബിള്. USB B ടൈപ്പ്.
കേബിളാണ്. ഒരു സൈഡ് USB, പിന്നെ B ടൈപ്പാണ്. സാധാരണ നമ്മുടെ പ്രിൻ്ററിനൊക്കെ ഉപയോഗിക്കുന്ന മോഡലാണ്. അതുകൊണ്ട് ശരിക്കും ഒരു ഓക്സ് കേബിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം ഒന്ന് ഇളവോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം വരും. പക്ഷേ ഇത് USB B ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ കിടുക്കാച്ച് സാധനം ആയ നമ്മുടെ കിഡിലെ മൈക്ക്. അതായത് നമ്മുടെ മൈക്ക് ആണ് എത്തിക്കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ മൈക്ക്. നിങ്ങൾ ആദ്യം ഞാൻ എൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ടൈറ്റിലിൽ കുറച്ച് കാണിച്ചായിരുന്നു. നമുക്കെന്നാൽ ഈ പ്രൊഫഷണൽ മൈക്രോഫോൺ സെറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് 2 വോയിസ് റെക്കോർഡിംഗ് കൊടുത്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇത് ബെറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. Cruising in my lane fast, call it high speed. I've been working hard, yeah, I've been working nightly. If you think you'll win, ha, not fucking likely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. In the front row, run it up when they hype me. The following grows, they know how to ignite me. Call me CEO, I've been running shit right, see. And I ain't playing games, I create my own lane, making pleasure out of pain, turning losses into gains. I'm the boss, I'm making change. I've been rocking this exchange, popping off and risking things. Gonna make a fucking name. I just wanna be famous, but I don't want that cheap fame. No, I'm not that vain. I just wanna be greatness. 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 Ain't no motherfucker in this world can do it like me. Open up your eyes and insert a little rising. You don't have to love me, you don't have to like me. Got enough love in myself, in my psyche. You should have the same in your brain nightly. If you wanna taste, bitch, you can fucking try me. If you wanna hate, bitch, you know where to find me. And if you go and hate this, you can fucking bite me. Okay, I'm going off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top, yeah, I commit. And no, I'm never getting lost, I get after it. Investing in my own stock, cause it's faster than any crypto. നമ്മുടെ പ്രൊഫഷണൽ മൈക്രോഫോൺ കിറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്താണെങ്കിലും 2-3 വോയിസ് അതിനകത്ത് പറഞ്ഞിട്ട് അതിൻ്റെ റെക്കോർഡിംഗ് വോയിസ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും വാച്ച് ചെയ്യുക നമ്മുടെ തിയേറ്റർ സ്ക്രീനിലേക്ക്. ഹലോ ഹലോ, വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ്. ഹലോ ഹലോ, വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ്. ഹലോ, വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ്. ഹലോ ഹലോ, വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ്. നോയ്സ് വരണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മേളിലൊരു പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നോയ്സ് ഇതിനകത്ത് വരണ്ടാണ്. പക്ഷെ അതുപോലും ഇതിനകത്ത് വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം അത്രയ്ക്ക് കണ്ടീഷനാണ്. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, സ്ക്രീനിലേക്ക് നോക്കി അറിയാം. ഗ്രാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിഗ് ഗ്രാഫാണ്. ശരിക്കും പറഞ്ഞാൽ ഓവറല്ല, നല്ല പെർഫെക്ഷനാണ്. ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും ഏത് നാടും ജഗന്നാഥന് സമം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു വലങ്കയുടെ ആവശ്യം എനിക്ക് വരില്ല. തകർക്കാൻ തുടങ്ങിയാൽ ഒരറ്റത്ത് ഞാൻ പൊളിച്ചെടുക്കും. ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും ഏത് നാടും ജഗന്നാഥന് സമം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു വലങ്കയുടെ ആവശ്യം എനിക്ക് വരില്ല. തകർക്കാൻ തുടങ്ങിയാൽ ഒരറ്റത്ത് ഞാൻ പൊളിച്ചെടുക്കും. ലാലേട്ടൻ്റെ ആറന്നണ്ടാൻ്റെ ഒരു മാസ് ഡയലോഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടനാണ് നമ്മുടെ ഫാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയലോഗ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ശരിയായെന്ന് അറിയില്ല, ഒന്നും മിമിക്രിയൊന്നും പഠിച്ചിട്ടില്ല, എങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുമല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ മൈക്ക്? ഇടിക്കാച്ചിയാണോ? പറഞ്ഞ പോലെ സൂപ്പറല്ലേ? എന്നാണെങ്കിലും നിങ്ങൾ ആമസോണിൽ പോയി പർച്ചേസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം, എന്നാലും നമുക്ക് അടുത്ത വീഡിയോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നല്ലതാണെങ്കിൽ ആ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പറയണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പിന്നെ കാണാട്ടെ. I am conflicted, watching where I step still, hanging in the balance, not the life I want to live. I want to take it all, standing tall, fear I weighed the person you are.